വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എന്താ എൻ്റെ വീട്ടിൽ വന്ന് കയറി ചുരിദാർ അടിച്ചത് വാങ്ങാൻ പോവാം. പെരുന്നാളിലേക്കുള്ള ചുരിദാർ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ പോകുന്നു. പെരുന്നാൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായല്ലോ ഇത് എത്ര മുന്നത്തെ വ്ളോഗാണെന്നുള്ളത്. എന്ത് പറ്റിയെന്നറിയില്ല, സംഭവം വിട്ടുപോയതാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഡിലീറ്റ് ചെയ്ത് കളയല്ലോ ഫോണിൽ നിന്ന്. അങ്ങനെ കിട്ടിയതാണ് ഈ വ്ളോഗ്. അപ്പം പെരുന്നാളിൻ്റെ ഡ്രസ്സ് അടിക്കാൻ ഞാൻ പെരുന്നാളിൻ്റെ കുറച്ച് മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 വീക്സ് മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 വീക്സ് അല്ല 3 വീക്സ് മുന്നേ തന്നെ ഞാൻ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും പോകുമ്പോൾ പിന്നെ വാങ്ങിക്കൊണ്ടുവരാമല്ലോ. അപ്പം ഓരോ ഫ്രീന്നനുസരിച്ച് അടിച്ചോളല്ലോ. കുറേ ആയി ഇപ്പം ടൗണിൽ തന്നെയാണ് ഡ്രസ്സൊക്കെ അടുപ്പിക്കില്ല. അതിനെക്കൊണ്ട് എനിക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ടൗണിലൊക്കെ നല്ല റേറ്റാണ്. 800ഉം 700ഉം പലരും പല റേറ്റിലും വാങ്ങാറുണ്ട്. അതുപോലെ 500 വാങ്ങണവരുണ്ട്. പക്ഷേ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. എനിക്ക് ടൗണിലത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ അടിക്കുന്നത് നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ ഇതാ സാധനമൊക്കെ വാങ്ങിച്ചു വീട്ടിൽ വന്ന്. അപ്പം ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയേനെ എങ്ങനെ പാകമുണ്ടോ, എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ. അപ്പം ഉമ്മക്ക് ഇതേമാതിരി ഓരോ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ പെരുന്നാളിന് ഇട്ട വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ല പെരുന്നാൾ ഡ്രസ്സ്. അതിൻ്റെ കൂടെ വേറെ ഒരു ചുരിദാറും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2-3 കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതും അടിച്ചു വെച്ചു. ഇതൊക്കെ കുറേ മുന്നേ എടുത്ത് വെച്ചാണ് കേട്ടോ. അല്ലാതെ ഇപ്പം പെരുന്നാൾ എന്ന് വെച്ചങ്ങാണ്ട് എടുത്തതൊന്നുമല്ല. അങ്ങനെ പിന്നെ ഷാനെ വിളിച്ച് കാണിച്ചു കൊടുത്ത് ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്ത് എങ്ങനെ ഇടണം, പെരുന്നാളിന് ഏതിടണം എന്നൊക്കെ വിചാരിച്ചു. രണ്ടും അടിച്ചിട്ടുണ്ട്. അപ്പം ഏതായാലും നമുക്ക് ഇടാമല്ലോ. ഏതാണ് ബെറ്റർ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടാമെന്ന് വിചാരിച്ചു. അടിച്ചതൊക്കെ ഇട്ട് നോക്കി, എല്ലാം സെറ്റാണ്. ഇനി പെരുന്നാളായാൽ മതി, ബാക്കിയൊക്കെ സെറ്റായി. ഈദ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം രാവിലെ വരെ നല്ല മഴയായിരുന്നു. ഇപ്പം കുറച്ച് നേരത്തിന് കുറച്ച് കുറവുണ്ട്. ഞാൻ വരുന്ന വരെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ പെയ്യുള്ളൂ. അതങ്ങനെയാണല്ലോ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ക്ലാസ് ഉണ്ട്. 12:30 ആവാനായി. 12:30 ക്ലാസ് ഉണ്ട്. ക്ലാസ് എടുക്കണം. പിന്നെ കഴിഞ്ഞിട്ട് നൈറ്റിൽ ചെറിയൊരു സൽക്കാരമുണ്ട്. അവിടെ കസിനും ഹസ്ബൻഡും വരുന്നുണ്ട്. അപ്പം ഒരു ചെറിയ സൽക്കാരം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നൈറ്റിൽ സെറ്റാക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അതിനാണ് ഇന്ന് പരിപാടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വന്നത്. സോ നമുക്ക് ക്ലാസ് എടുക്കാം. ട്യൂഷൻ്റെ കുറേ പേര് ട്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടേനും. അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ അല്ലെങ്കിൽ കസിൻസിനോ സിസ്റ്റേഴ്സിനോ ആർക്കെങ്കിലും ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. KG to +2 വരെയുള്ള എല്ലാ സബ്ജക്റ്റും എടുക്കും. ഇൻഡിവിജ്വൽ ക്ലാസ്സാണ് എല്ലാ സബ്ജക്റ്റും. നമ്മൾ ലിങ്കൊക്കെ അയച്ചിങ്ങനെ ഇരിക്കുക. വീട്ടിൽ നിന്നാകുമ്പോൾ പിന്നെ ടാബും അല്ലെങ്കിൽ പിന്നെ ലാപ്പിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ടായിരുന്നു. ഇപ്പം വരുമ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പം ഷീസ് ജോയിനിങ്. ഹലോ, സൗണ്ട് ഇല്ലല്ലോ. സൗണ്ട് ഇല്ല. ഹലോ ഹലോ ഹലോ. ആ അപ്പോൾ ഓക്കെ. അസ്സലാമു അലൈക്കും. പെയിന്റ് ചെയ്യാനോ? എന്താ പെയിന്റ് ചെയ്തത്? എനിക്ക് ബട്ടർഫ്ലൈന് വരയ്ക്കോ? എന്നാ പെട്ടെന്ന് വേണേ. ടേബിൾ മേലേക്ക് ഇരിക്കും. ടേബിൾ മേലേക്ക്. അപ്പം ഞാൻ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. പിന്നെ ഈ പിമ്പിളിൻ്റെ നമ്മളെ മറ്റേ കഴിഞ്ഞ ഈദ് ഷോപ്പിംഗ് വ്ളോഗ് കഴിഞ്ഞിട്ടായിരിക്കും വ്ളോഗ് വരാം. അപ്പോൾ എന്തായാലും മനസ്സിലാവും.
പിമ്പിൾ നല്ല അങ്ങനെ ബൾബ് കൃത്യമായിരുന്നു. പക്ഷേ സമ്മർ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ മാങ്ങയും നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായ മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു, മാങ്ങ പഴം അതൊക്കെ കഴിച്ചു ഉച്ചക്ക്. വേറെ ചോറ് കറി അങ്ങനത്തെ ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കുറച്ച് നേരം ഫിലിമൊക്കെ കണ്ടിരുന്നു. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷമായിരുന്നു നെക്സ്റ്റ് ക്ലാസ്. യാ 5 times. The mole who mostly lived in his burrow wasn't Was not very aware. ഓരോ സെക്ഷൻ ഓഫ് ക്ലാസ് കഴിയുമ്പം ചെറിയ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഉണ്ടാവും. ഇതേമാതിരി ഫ്രീ ഒക്കെ ഉള്ള ദിവസമാണ് എന്നുണ്ടെങ്കിൽ പരിപാടികളും അങ്ങനത്തെ കറക്റ്റ് ഷെഡ്യൂൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേമാതിരി ചെറിയ ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് ക്ലാസ് ഉണ്ടാകുക. അപ്പോൾ ഇന്ന് ഏതായാലും വീട്ടിലാണ്, പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. എന്തായാലും എല്ലാ പണികളും നമുക്ക് നൈറ്റിലേക്കുള്ളത് എന്തായാലും ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം ഞാനിതാ ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയപ്പം ഈവനിങ് ആയിട്ട് മാഗീന് അനിയത്തി ഇതാ മാഗിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് മാഗിയൊക്കെ കഴിച്ച് ഓരോ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ രസകരമായിട്ടുള്ള ഷോർട്ട് ഫിലിം അങ്ങനത്തെ കാണും. വ്ളോഗ്സ് ഞാൻ കാണുന്ന കുറച്ച് വ്ളോഗുകളുണ്ട്, അതിങ്ങനെ ഡെയിലി കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ കാണും. നമ്മളെ തനി മലയാളീൻ്റെ വ്ളോഗ്, അതുപോലെ അൽക്ക നമ്മളെ തനി മലയാളീൻ്റെ ഫ്രണ്ട്, അങ്ങനത്തെ കുറച്ച് വീഡിയോസ്, അതുപോലെ ഗ്ലാമികൻ്റെ ഒക്കെ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് കാണുള്ളൂ. എനിക്ക് ആ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആണ്, എനിക്ക് കാണണം തോന്നിയിട്ടുണ്ടെങ്കിൽ കാണുള്ളൂ. ഐഷാസ് കിച്ചൺ അതൊക്കെ ഇതേമാതിരിയാണ്. ചിലപ്പം ഒന്ന് അങ്ങോട്ട് വിട്ടുപോകും, ഒരു ബ്രേക്ക് വരും ഇങ്ങനെ കാണാതെ ആയിട്ട്. പിന്നെ പെട്ടെന്നായിരിക്കും അങ്ങനെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് അങ്ങനെ തപ്പിപ്പിടിച്ച് വീണ്ടും കാണാം. പിന്നെ ഹനാൻഷൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. നല്ലൊരു ഫാമിലി വ്ളോഗിങ് അല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. അത് പിന്നെ ഞങ്ങൾ രണ്ടാളും ഒപ്പരാണ് കാണാറ്, കാരണം മറ്റേൻ്റെ മൈൻഡില്ലല്ലോ അത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഒപ്പരം ഇരുന്ന് കാണാറുള്ളത്. അപ്പം അങ്ങനെയല്ല, ഞാനും ഷായി അങ്ങനെ ഒപ്പരം ഇരുന്നിട്ടാണ് കാണുക ഹനാൻഷൻ്റെ ഒക്കെ വീഡിയോസ്. അപ്പം കുറച്ച് നേരം ഇരുന്ന് കാണലും പിന്നെയും ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നൈറ്റിലേക്കുള്ള കുക്കിംഗ് പരിപാടി ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മറ്റേ ഇത് സെറ്റ് ചെയ്യല, എന്തെങ്കിലും സാധനത്ത് പാസ്ത ഉണ്ടാക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. പിന്നെ നെയ്ച്ചോറുണ്ട്, സ്റ്റ്യൂ ഉണ്ട്, ബീഫ് സ്റ്റ്യൂ ആണ്. ബീഫ് സ്റ്റ്യൂ ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ബ്രോസ്റ്റ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, നെയ്ച്ചോറുണ്ട്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും. പിന്നെ ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം വിത്ത് ഐസ്ക്രീം. അപ്പോൾ ഓരോന്നിൻ്റെ ഓരോ പ്രിപ്പറേഷൻ ഇങ്ങനെ വെല്ല ഇങ്ങനെ ചെയ്ത് തീർക്കാൻ. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടിയാണല്ലോ പാസ്ത ഉണ്ടാക്കില്ല, അത് പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ചിക്കൻ ഇതേമാതിരി സ്ട്രിപ്സ് മാതിരി ചെറിയ ക്യൂബൊക്കെ മാതിരി കട്ട് ചെയ്ത് എടുത്ത് അതൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം ഒരു 1/2 an hour ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. അങ്ങനെ മാഗ്നേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ പാസ്തൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നെഹ്ന ഷാനിൽ പാസ്ത റെസിപ്പി അല്ലെങ്കിൽ വൈറ്റ് സോസ് പാസ്ത എന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വ്ളോഗ്സൊക്കെ കിട്ടും. ഇതിനൊക്കെ ഓൾറെഡി ഞാൻ റെസിപ്പി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് അവിടെ സൈഡിൽ പാസ്ത ഉണ്ടാക്കുന്നു, സ്റ്റ്യൂവിൻ്റെ പണി നോക്കുന്നു, പിന്നെ നെയ്ച്ചോറിൻ്റെ പണി അത് വേറെ സൈഡിൽ നടക്കുന്നു, പാസ്ത വേവിക്കാൻ വെക്കുന്നു. അങ്ങനെ എല്ലാവിധ പരിപാടികളും അതിൻ്റെ ഇടയിൽ അനിയത്തി ഓരോന്ന് ചെയ്യുന്നു. എല്ലാവരും കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യണോണ്ട് പെട്ടെന്ന് തന്നെ പണി തീരും. അതിൻ്റെ ഇടയിൽ സാലഡും പിന്നെ നമ്മളെ മറ്റേ ഫ്രൂട്ട് സലാഡും കാര്യങ്ങളും ഐസ്ക്രീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8 o'clock ആയപ്പോൾ പിന്നെ ഷാ വന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമ്മൾ ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കാനുണ്ടാവും, ഇന്നത്തെ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാനുണ്ടാവും. പിന്നെ ഷാക്കിതാ നമ്മളെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ നല്ല മഴയുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾക്ക് തണുത്ത ജ്യൂസ് കാര്യങ്ങളൊന്നുമല്ല, ഹോർലിക്സാണ് ഉണ്ടാക്കിയത്. അതേമാതിരി വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഹോർലിക്സ്, ബൂസ്റ്റ് അത് അവിടെ സ്ഥിരം സ്റ്റോക്കായിട്ട് പണ്ട് മുതലേ ഉള്ള പരിപാടിയാണ്. ഹോർലിക്സ്, ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ വീട്ടിൽ സ്റ്റോക്ക് അത് ഇപ്പോഴും ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കട്ടിയിരിക്കും. പിടിക്കുന്ന സ്ഥലത്ത് ഈ പിടിച്ചിട്ട് ഓരെന്തായാലും കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 9 o'clock ഒക്കെ ആവും വരാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പണികളൊക്കെ ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴത്തേനാണ് തീർത്തത്. പിന്നെ ഒരു വരലും പിന്നെ കുറച്ച് നേരം വർത്താനം പറയലും ഫുഡ് എടുത്ത് വെക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതൊന്നും വീഡിയോസ് എടുക്കാമെന്നില്ല. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഓരോ മുന്നേ പോകുന്ന ഒരു ഇതല്ലേ.
അപ്പോൾ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇതാ ടേബിൾ മേൽ സെറ്റാക്കി വരും. റോസ്റ്റ് ഉണ്ട്, ചിക്കൻ പൊരിച്ച്, പാസ്ത, മയോണൈസ്, ബീഫ് സ്റ്റൂ ഉണ്ട്, പൊറാട്ട, അങ്ങനത്തെ എല്ലാവിധ ഐറ്റംസും സാലഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഉപ്പക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിനെക്കൊണ്ട് ഉപ്പ ഫുഡ് കഴിക്കാനില്ലായിരുന്നു. ഉപ്പ പ്രോഗ്രാമിന് പോയി വന്നതിൻ്റെ ശേഷമാണ് ഓരെത്തിയത്. അപ്പം എന്താ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാസ്തൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളും റെസിപ്പീസ് ഞാൻ മിക്കതിനും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് സെപ്പറേറ്റ് തന്നെ അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് കാര്യങ്ങളും എന്തെങ്കിലും ഫുഡിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ ചെയ്യാത്ത റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, പിന്നെ സപ്പോർട്ടിങ് വളരെ വളരെ കുറവാണ്. ഞാനിപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തായാലും 1 year കടന്നിട്ടുണ്ട്. പക്ഷേ അന്ന് നമുക്ക് ഫസ്റ്റിലുള്ള സപ്പോർട്ട് എന്തായാലും ഇപ്പം ഇല്ല. പിന്നെ ഓരോ ഇതാണല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. എല്ലാത്തിലും വീഡിയോസും പല ഷോർട്സും റീൽസും ഒക്കെ അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം അതൊക്കെ സെറ്റാക്കി അതൊക്കെ വിളമ്പി വന്ന ഗസ്റ്റിനൊക്കെ കൊടുത്തു. എൻ്റെ മൂത്താപ്പൻ്റെ മോളും ഹസ്ബൻഡുമാണ്, കസിനും ഹസ്ബൻഡാണ്. ഇതിൻ്റെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നേ ആയിരുന്നു കല്യാണം. ഇവർ ഗൾഫിലായിരുന്നു. ഇപ്പം ഒന്ന് നാട്ടിൽ വന്ന് ഒന്ന് ഫ്രീ ആയപ്പം നമ്മൾ സൽക്കാരം വിളിക്കില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സൽക്കാരമൊക്കെ ഉണ്ടാവുമല്ലോ, ആ സൽക്കാരം വിളിച്ചതാണ്. വലിയ പരിപാടിയൊന്നുമല്ല, ഞങ്ങൾ വീട്ടുകാർ മാത്രമായിട്ടുള്ള ചെറിയ പരിപാടി നടത്തിയതാണ്. അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫുൾ വീഡിയോ എന്നെ കണ്ടു നോക്കുക. വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യലുണ്ട്. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.